നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഹൃദയ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 29-ന് ലോക ഹൃദയ ദിനം ആചരിക്കുന്നു. ലോക ഹൃദയ ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? ഈ ദിനം ആചരിച്ചു തുടങ്ങിയതിൻ്റെ ഒരു ചരിത്രം, ഇതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, ഹൃദയം സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ചീഫ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സജി കുരുട്ടുകുളം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ലോക ഹൃദയ ദിനം എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹൃദ്രോഗികളുടെ നിരക്കുകൾ കൂടുന്നു എന്നുള്ളതും. പക്ഷേ എന്തിനാണ് ഈ ലോക ഹൃദയ ദിനം ആചരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിവുണ്ടോ എന്ന് സംശയമാണ്. ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്നുള്ളതും അതൊന്ന് പറഞ്ഞു തുടങ്ങാം. ലോക ഹൃദയ ദിനം എന്നുള്ളത് ഒരു നല്ല സന്ദേശവും ഒരു മോശപ്പെട്ട സന്ദേശവുമായിട്ടാണ് വരുന്നത്. മോശപ്പെട്ട സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ 30% പേരും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിക്കാൻ പോകുന്നത്. 15% പേര് പക്ഷാഘാതം മൂലമാണ് മരിക്കാൻ പോകുന്നത്. എന്നാൽ ഈ 45% മരണങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള സന്ദേശമാണ് ഈ ലോക ഹൃദയ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സന്ദേശം സാധാരണ ജനങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എല്ലാ 2000 ആണ്ടിൽ സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ സെപ്റ്റംബർ 29-ാം തീയതിയോ ലോക ഹൃദയ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷവും ലോക ഹൃദയ ദിനത്തിന് ഓരോ സന്ദേശങ്ങളുണ്ട്. അതായത് പുകവലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അമിതവണ്ണം ആരോഗ്യത്തിന് ഹാനികരമാണ്, എക്സസൈസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, കൊഴുപ്പ് കുറഞ്ഞ ആഹാരം കഴിക്കുക, ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഓരോ വർഷവും ഓരോ തീംസ് ഉണ്ട്. പക്ഷേ 2016 ആയപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് ഇങ്ങനെ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലി ക്യാൻസർ ഉണ്ടാക്കും, ഇങ്ങനെയുള്ള സംഗതികളൊന്നും അറിയാത്തതായിട്ട് നമ്മുടെ കേരളത്തിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശത്തേക്കാൾ കൂടുതൽ ജനങ്ങൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ വേൾഡ് ഹാർട്ട് ഡേ, ലോക ഹൃദയ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ജനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും പണ്ടൊക്കെ ഇത്തരം ദിനങ്ങൾ നമ്മൾ ആചരിക്കുകയായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാണ്. പലയിടത്തും ഇതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്? ലോക ഹൃദയ ദിനം എന്നുള്ള ഒരു ദിനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു വേൾഡ് ഹാർട്ട് വീക്ക്, ഒരാഴ്ചയാണ് സാധാരണ ഇപ്പോൾ ഇതിൻ്റെ പല പല പ്രോഗ്രാംസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ പവർ യുവർ ഹാർട്ട് അല്ലെങ്കിൽ ചാർജ് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ, അപ്പോൾ ഈ എക്സസൈസ്, വ്യായാമം ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള അറിയാൻ പാടില്ലാത്ത ആരുമില്ല. ഹെൽമെറ്റ് വയ്ക്കുന്നതും സീറ്റ് ബെൽറ്റ് ഇടുന്നതും നല്ലതാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് ട്രാഫിക് പോലീസ് വേണം നമ്മളെ കൊണ്ടത് ചെയ്യിക്കാനായിട്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് അറിയാം, പക്ഷേ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള വാക്കത്തോൺ, മാരത്തോൺ, കൂട്ടയോട്ടം അല്ലെങ്കിൽ സുംബാത്തോൺ, ഇങ്ങനെയുള്ള പല പല പ്രോഗ്രാംസ് പല ഓർഗനൈസേഷൻസും ആശുപത്രികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ പപ്പായുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നേ. ചോദിച്ചോളൂ. ECG എടുത്തപ്പോ ഉണ്ടല്ലോ, ECGക്ക് 4 പ്രാവശ്യം ECG എടുത്താലും വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. എന്നിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി എക്കോ ഒക്കെ ചെയ്തപ്പോ അത് നോർമലാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിന്റെ ഹാർട്ട് അറ്റാക്കിന്റെയോ അങ്ങനെയുള്ളതൊന്നും അല്ല എന്നിങ്ങനെ. പക്ഷെ പപ്പയ്ക്ക് കൈക്ക് പെരുപ്പ് വന്നിട്ട് ആ വേദന ചെസ്റ്റിനും ബാക്ക് വശത്തും ആകുവാന്നാ പറയുന്നത്. അത് അറ്റാക്ക് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുമായിരിക്കും? ഈ നെഞ്ചിലുള്ള എല്ലാ നെഞ്ചുവേദനയും ഹൃദ്രോഗം മൂലമല്ല. പല സമയത്ത് ഈവൻ ഹൃദ്രോഗികളിൽ പോലും 90% സന്ദർഭത്തിലും നെഞ്ചുവേദന മറ്റു പല കാരണം കൊണ്ടാണ്. പലപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ കൈകളിലേക്ക് പോകുന്ന ഞരമ്പിനകത്ത് വരുന്ന തരിപ്പ് കൊണ്ട്, കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ പ്രശ്നമായിരിക്കും ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൈകളിൽ തരിപ്പ് വരികയും ആ തരിപ്പ് നെഞ്ചിലേക്ക് പകരുകയൊക്കെ ചെയ്യുന്നത് സാധാരണഗതിയിൽ അത് ഹൃദ്രോഗത്തിൻ്റെ ഒരു കാരണമല്ല. അപ്പോൾ ഇതിന് ECGയിലും പ്രത്യേകിച്ച് ട്രെഡ്മിൽ ടെസ്റ്റ്, TMT എന്നുള്ളൊരു ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എക്സസൈസ് ചെയ്ത് നോക്കുമ്പോൾ ECGക്കകത്ത് എന്തെങ്കിലും പുതിയ വേരിയേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഹൃദ്രോഗത്തിൻ്റെ കാരണമാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർ, മറ്റൊരു കാര്യം, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നു എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിൽ ഇത് കൂടി വരുന്നു എന്ന് കേൾക്കാമെങ്കിലും കൃത്യമായിട്ട് എന്താണ് കണക്കുകൾ? അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ട്? വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളില്ലെങ്കിലും നമുക്ക് ഏകദേശമായിട്ടുള്ള ഒരു അറിവുകളുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള കുറച്ച് പഠനങ്ങൾ വെച്ചിട്ട് ഏകദേശം ജനസംഖ്യയുടെ ഒരു 14 മുതൽ 15% ആളുകൾക്ക്
പ്രത്യേകിച്ച് 20-25 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഹൃദ്രോഗമുണ്ടെന്നും 20% പേർക്ക് പ്രത്യേകിച്ച് എറണാകുളത്ത് പ്രമേഹമുണ്ടെന്നും 25% പേർക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്, 30% പേർക്ക് ഏകദേശം രക്തസമ്മർദ്ദത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നാണ് ഏകദേശമുള്ളൂ കേരളത്തിലുള്ള ഒരു കണക്ക്. പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത്. ഇന്ത്യയാണ് പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുമെങ്കിൽ ഈ തലസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് എറണാകുളം. അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ നിരക്ക് ഏകദേശം ഒരു 0.5% മുതൽ 1% വരെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നഗരങ്ങളിലെ ജീവിത രീതി തന്നെയായിരിക്കാം ഇതിൻ്റെ കാരണം നഗരങ്ങളിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ എല്ലാം തന്നെ. മറ്റൊന്ന് ഡോക്ടറെ, ഇപ്പോൾ ഹെൽത്ത് ചെക്കിനെ പറ്റി പറയുമ്പോൾ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് അനാവശ്യമായ ഒന്നാണ്, അസുഖമില്ലാത്തവർ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്നും, അല്ല കൃത്യമായി ഇത് നോക്കിയാൽ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പുകളെ കുറിച്ച് വളരെയധികം തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ അടുത്തിടെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു പഠനം അനുസരിച്ച് ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നടക്കുന്നത് അനാവശ്യമായിട്ട് ചെയ്യുന്നതാണെന്നും, അതുപോലെ തന്നെ വളരെ കൂടിയ ടെസ്റ്റുകൾ, പലപ്പോഴും ഈ വൈറ്റമിൻസിൻ്റെ അളവുകൾ, ബ്ലഡിനകത്തുള്ള ചില ട്രേസ് എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ അളവുകളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അനാവശ്യമായിട്ടുള്ളതാണ് എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. പലപ്പോഴും ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഏകദേശം 4,000-5,000 രൂപയോളം ചിലവ് വരും. അപ്പോൾ ഈ ടെസ്റ്റുകൾക്കകത്തൊക്കെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റ് വരുന്നു, അതിൻ്റെ പേരിൽ പിന്നെ അടുത്ത എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു ശതമാനം റിസ്ക് ഉണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഓവർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഓവർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക അല്ലെങ്കിൽ ചെയ്യപ്പെടുക എന്നുള്ള ഒരു റിസ്ക് ഉണ്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 66 വയസ്സുണ്ട്. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഞാനിപ്പോ ഈയിടെ ആയിട്ട് സാധാരണ ഈ റൂട്ടീൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ 2D ഒക്കെ എടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത് പ്രസൻസ് കോൺസെൻട്രിക് LVH, പ്രസൻസ് ഓഫ് ഡയസ്റ്റോളിക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? പ്രഷറിന്റെ അസുഖമില്ലേ? രക്തസമ്മർദ്ദത്തിന്റെ അസുഖമില്ലേ എന്ന് ചോദിക്കായിരുന്നു. രക്തസമ്മർദ്ദമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ടെലിഫോണിന്റെ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ ഭിത്തികൾക്ക് കട്ടി കൂടുന്നതാണ് കോൺസെൻട്രിക് LVH എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ സാധാരണഗതിയിൽ ഹാർട്ടിൻ്റെ പേശികൾക്ക് ഒരല്പം കട്ടി കൂടുതൽ വരാറുണ്ട്. രക്തസമ്മർദ്ദം പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്ന സന്ദർഭം കുറേ നാളുകൾ കൊണ്ട് ഈ കോൺസെൻട്രിക് LVH, അതായത് കട്ടി കൂടി ആ മസിൽസിൻ്റെ കട്ടി കുറയുകയും നോർമൽ ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. BP കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതെല്ലാം അസുഖങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടത്? അതെ, ഈ ജീവിതശൈലി രോഗങ്ങൾ പലതും, പ്രത്യേകിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പലപ്പോഴും വേറെ യാതൊരു രീതിയിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാക്കാറില്ല. അതിൻ്റെ പേരാണ് സൈലൻറ്റ് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത്. പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൻ്റെ ആദ്യത്തെ രോഗലക്ഷണം എന്ന് പറയുന്നത് ഒരു പക്ഷാഘാതമോ അല്ലെങ്കിൽ തലച്ചോറിനകത്തേക്കുള്ള ബ്ലീഡിങ്ങോ ആകാം. അപ്പോൾ അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ താളമെടുപ്പിൽ വ്യത്യാസം വരുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് താളം തെറ്റിയുള്ള ഹൃദയമിടിപ്പാണ്. ഇത് പ്രായം കൂടുന്തോറും ഇതിൻ്റെ അളവ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷാഘാതം ഉണ്ടാക്കാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഞാൻ അനിതയാണ്, ബീഹാറിൽ നിന്ന്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കൊളസ്ട്രോളും ഇല്ല, BP-യും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് എനിക്കിങ്ങനെ പൾപിറ്റേഷൻ കൂടി വരുന്നു ഇടയ്ക്കിടയ്ക്ക്, 1-2 പ്രാവശ്യം. അതായത് ഈ ഹൃദയത്തിൻ്റെ അവിടെ ഒരു കട്ടി പോലെ തോന്നും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൾപിറ്റേഷൻ 2-3 സെക്കൻഡ് നേരത്തേക്ക്. അതുകൊണ്ട് ഇനി ഹാർട്ടിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഇവിടെ ഡോക്ടറെ കാണിച്ചു, ECG ചെക്ക് ചെയ്തു,
കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. മരുന്ന് മാത്രം തന്നിട്ടുണ്ട്. ഈ പാൽപിറ്റേഷൻ പല രീതിയിലുണ്ട്. അനിത പറഞ്ഞ പാൽപിറ്റേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മിക്കവാറും എക്സ്ട്രാ ബീറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഹെൽത്ത് ചെക്കപ്പ് എല്ലാം നടത്തി നോക്കിയിട്ട് ഹൃദയത്തിന് അല്ലെങ്കിൽ ECGക്കകത്തോ അല്ലെങ്കിൽ എക്കോ ടെസ്റ്റിനകത്തോ എക്സ്റേക്കകത്തോ വേറെ തകരാറുകളൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ ബീറ്റ്സ് കൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഇല്ല. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഗതിയാണ് എക്സ്ട്രാ ബീറ്റ്സ് എന്നുള്ളത്. പലപ്പോഴും നമ്മളത് അറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കാനൊന്നുള്ള ഒരു സംഗതി അല്ല. ഡോക്ടർ, ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒന്നാണ് നോ യുവർ നമ്പേഴ്സ്. എന്താണ് അറിഞ്ഞിരിക്കേണ്ട നമ്പേഴ്സ്? നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈലൻറ്റ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രമേഹം, ഹൃദ്രോഗം അല്ലെ രക്തസമ്മർദ്ദം, ഇതൊക്കെ സൈലൻറ്റ് ഡിസീസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് നമ്പേഴ്സൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രക്തസമ്മർദ്ദം കൂടുതലുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ ചെക്കപ്പ് എത്ര നാളിൽ ചെയ്യണം അല്ലെങ്കിൽ ഏത് വയസ്സിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. പല സമയത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഏകദേശം 20-25 വയസ്സാകുമ്പോൾ തന്നെ അവരൊരു ഹെൽത്ത് ചെക്കപ്പ്, ടോട്ടൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ സാധാരണ ഇതിൽ ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, കിഡ്നി ഫങ്ഷൻസ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ് ടെസ്റ്റുകൾ, ബ്ലഡ് റൊട്ടീൻ ടെസ്റ്റുകൾ, ECG, എക്സ്റേ, ഇങ്ങനെയുള്ള റൊട്ടീൻ ടെസ്റ്റുകൾ മാത്രമേ സാധാരണ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതും ഏകദേശം ഒരു 5-8 വർഷം കൂടുമ്പോൾ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഒരു 40 വയസ്സോ 50 വയസ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി കൂട്ടണം. അതായത് 2-3 വർഷത്തിനുള്ളിൽ നമ്മൾ 2-3 വർഷം കൂടുമ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. അത് തന്നെയല്ല, ഈ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റുകൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് ഷുഗർ അല്പം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുകൂടാതെ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ പ്രമേഹം ഉണ്ടെങ്കിലും കൂടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാനിപ്പോ ഒരു 3 ബ്ലോക്ക് ഉണ്ട്. പിന്നെ എന്നോട് ഡോക്ടറിന് 2 ആൻജിയോഗ്രാം കഴിഞ്ഞു. അപ്പൊ അതിൽ കുഴപ്പമൊന്നുമില്ല. ശരി. പിന്നെ എന്നോട് 2 ടെസ്റ്റ് ചെയ്യാൻ, ന്യൂക്ലിയർ ടെസ്റ്റ് 2 ചെയ്തതിൽ എല്ലാം നോർമലാണ്. അപ്പൊ എന്നോട് ഡോക്ടർ ആദ്യം പറഞ്ഞു നമുക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞു. ഞാൻ 1-2 ഡോക്ടർമാരെയൊക്കെ വേറെയും കണ്ടു. അപ്പൊ ഈ ന്യൂക്ലിയർ ടെസ്റ്റ് ക്ലിയർ ചെയ്തതിന്റെ ശേഷം പിന്നെ എല്ലാം നോർമലാണെന്നോ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയിക്കോട്ടെ എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ല കിടപ്പോ ഇനിയിപ്പോ ഓടിയാലോ ബാറ്റ് കളിച്ചാലോ ക്രിക്കറ്റ് കളിച്ചാലോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷുഗർ, കൊളസ്ട്രോള്, BP കുറേശ്ശെ ഉണ്ട്. ഈ ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യണം എന്നുള്ളത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം 50 വയസ്സ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ നമ്മുടെ എല്ലാവരുടെയും രക്തക്കുഴലുകളിലുണ്ടാവും. പക്ഷേ ഈ ബ്ലോക്കുകളുടെ ഒരു തീവ്രത വളരെ കൂടുകയും ഏകദേശം ഒരു 90% എത്തുകയും അതുപോലെ തന്നെ മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് മരുന്നല്ലാത്ത മാർഗ്ഗങ്ങൾ, അതായത് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ രോഗികൾക്ക് നിർദ്ദേശിക്കുന്നത്. പല സമയത്തും ബ്ലോക്കുകൾ വളരെ കൂടുതലൊന്നുമില്ല, ഏകദേശം 50%-60% ഒക്കെ ഉള്ള ബ്ലോക്കുകളാണെങ്കിൽ ഈ ബ്ലോക്കുകൾ കൊണ്ട് എന്തെങ്കിലും രക്തഓട്ടത്തിൻ്റെ കുറവ് വരുന്നുണ്ടോ എന്നറിയാനാണ് നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളിൽ നെഗറ്റീവ് ആണെങ്കിൽ സാധാരണഗതിയിൽ അടുത്ത ഒരു 5-6 വർഷത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഡോക്ടർ, ഇപ്പോൾ ഹെൽത്ത് ചെക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചിലർക്ക് ചിലപ്പോൾ പ്രമേഹത്തിന് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടായേക്കാം, രക്തസമ്മർദ്ദം ഉണ്ടായേക്കാം, അപ്പോൾ ഹൃദ്രോഗത്തിന് സാധ്യതകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇവർ പലപ്പോഴും ഇത് അറിഞ്ഞു വെച്ചിട്ട് പിന്നെ വീണ്ടും സാധാരണ നിലയിലുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഇത് പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഈ പലതരത്തിലുള്ള ഈ വേൾഡ് ഹാർട്ട് ഡേ പോലെ തന്നെയുണ്ട്, ഡയബറ്റിക് ഡേ ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഡേ ഉണ്ട്. അപ്പോൾ ഓരോ ഇതിനും രോഗത്തിന് പ്രധാനപ്പെട്ട വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ഉണ്ട്, ആൻറ്റി സ്മോക്കിംഗ് ഡേ, ഇങ്ങനെയുള്ള പല ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ദിവസം വരുമ്പോൾ എല്ലാവർക്കും ഒരു ഓർമ്മ വരും, ഒരു ചെക്കപ്പ് ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ളത്. പല സമയത്ത് ഈ ഒരു ദിവസത്തോടനുബന്ധിച്ചാണ് പലപ്പോഴും ആളുകൾ ചെക്കപ്പുകളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ടൊന്നും തന്നെ ചെയ്യാറില്ല. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ടെസ്റ്റിൽ അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ
തകരാറുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നാളത്തെ കിഡ്നി സ്റ്റോൺ ആയിട്ട് അത് മാറുമെന്നറിയാം. അപ്പോൾ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നവരെ നമ്മൾ താമസിക്കാതെ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ പറയൂ. പറയൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് രവീന്ദ്രൻ. പറഞ്ഞോളൂ രവീന്ദ്രൻ. പറഞ്ഞോളൂ. ഈ നേരത്തെ ഒരു എക്കോ ടെസ്റ്റ് എടുത്തപ്പോൾ മിറ്റൽ വാൾവ് പ്രൊലാപ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നേ. അതെ. അപ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അത് കൂടാതെ അയോട്ടിക് വാൾവ് സെറോട്ടിക് എന്ന് പറയാം. മൈട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ജനസംഖ്യയുടെ ഒരു 15% പേർക്ക് ഉള്ള സംഗതിയാണ്. അത് പേടിക്കാനുള്ള സംഗതിയൊന്നുമല്ല. അതേസമയത്ത് മൈട്രൽ വാൽവ് പ്രൊലാപ്സിൻ്റെ കൂടെ മൈട്രൽ വാൽവിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പേടിക്കാനുള്ളൂ. അത് സാധാരണഗതിയിൽ മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് 2 വാൽവുണ്ട്. അതിനകത്ത് 2 വാൽവിൽ ഒരു വാൽവിൻ്റെ ലെങ്ത് അല്പം കൂടി പോകുന്നതുകൊണ്ടാണ് ഈ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് ഉണ്ടാകുന്നത്. അത് വളരെ കോമൺ ആയിട്ടുള്ള, വളരെ സാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ് അത്. പക്ഷേ ഈ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും ടെൻഷൻ കൂടുതൽ, നെഞ്ചിടിപ്പ് കൂടുതൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അതല്ലാതെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ പള്ളിപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് തോമസ്. ഹലോ. തോമസ് പറഞ്ഞോളൂ. ഞാൻ 2 വർഷത്തിന് മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. ശരി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആവാസ്, ടണ്ണം, ഡിപ്ലാറ്റും, ഗ്ലിമിൽസെല്ലും കഴിക്കുന്നുണ്ട്. അത് ഇത് കണ്ടിന്യൂസ് കഴിക്കേണ്ട വരുമോ? കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ബ്ലോക്ക് മാത്രമേ മാറുന്നുള്ളൂ, ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ മാറുന്നില്ല. ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം, രക്തസമ്മർദ്ദമൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഡീപ്ലാറ്റ് എന്നുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന് മരുന്നുകൾ തന്നെ വേണം. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ബ്ലോക്ക് മാത്രമേ മാറുള്ളൂ, ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ മാറുന്നില്ല. അപ്പോൾ ഈ മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഡോസ് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ, അത് കൂടുതൽ മരുന്നുകൾ വേണോ വേണ്ടയോ, മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ 10% നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞാൽ, നമ്മുടെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞത് ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100 ആണ്. അതായത് 175 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോഗ്രാം. 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ആൾക്ക് 60 കിലോഗ്രാമാണ് ഐഡിയൽ വെയിറ്റ്. അപ്പോൾ ഈ ഐഡിയൽ വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 60 കിലോഗ്രാം 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് 70 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ, ഈ 70 കിലോഗ്രാമിൽ നിന്ന് വെയിറ്റ് 60 കിലോഗ്രാം ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണമായിട്ട് വളരെയധികം പേഷ്യൻസ് എനിക്കറിയാം വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം ഇൻസുലിൻ നിർത്തിയിട്ടുണ്ട്. പല പേഷ്യൻസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കംപ്ലീറ്റ് ടാബ്ലറ്റ്സ് നിർത്താൻ പറ്റിയവരുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 40-50% പേർക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടാതിരിക്കുന്ന രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുക എന്നുള്ളത്, കൂർക്കം വലി അങ്ങനെയുള്ള അതും ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഉള്ളിൽ പെടുത്തേണ്ട സംഗതിയാണ് ഈ കൂർക്കം വലി. കാരണം ഇന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ 10% വെയിറ്റ് ലോസ്, ഇപ്പോൾ 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾക്ക് 63 ആക്കിയാൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാവും. ഡോക്ടർ, ഇപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ പ്രസക്തമായ ഒന്നാണ് ഡയറ്റിംഗ്. ഈ ഭക്ഷണക്രമം എന്നുള്ളത് പലർക്കും പലതരത്തിലുള്ള ധാരണകളുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം എങ്ങനെ പിന്തുടരണം എന്നുള്ളത്, ഈ ഡയറ്റിംഗ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ളതാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ. പണ്ട് കാലത്തൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരവും ഇന്നത്തെ ആഹാരം തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നാരുകളുടെ അഭാവം, അതായത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഇന്നത്തെ ആഹാരത്തിൽ വളരെ കുറവാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതിന് പലതിനകത്തും
ഫൈബറിൻ്റെ കണ്ടൻറ്റ് തീരെ കുറവാണ്. അരിപ്പൊടി, മൈദ ഇതാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഈ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സംഗതികൾ. പ്രത്യേകിച്ച് ബ്രെഡ്, വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോശപ്പെട്ട ആഹാരങ്ങളിൽ ഒന്ന്. അതിനകത്താണ് ഡാൽഡയുണ്ട്, അതിനകത്ത് ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്, പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്, അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് തീരെയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ആഹാര പദാർത്ഥങ്ങളിൽ ഒന്നാണ് ഈ വൈറ്റ് ബ്രെഡ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ബേക്കറികളിലൊക്കെ നമുക്ക് കിട്ടുന്ന പല ആഹാര പദാർത്ഥങ്ങളും ബ്രെഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഗതികളായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാരുകളുടെ അഭാവമാണ് പലപ്പോഴും ഈ രോഗങ്ങൾ കൂടുതൽ വരാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഒരു കോളിന് ശേഷം ബാക്കി പറഞ്ഞാലോ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകൾക്ക് ഒരു 8 വയസ്സ് ഉണ്ട്. അവൾക്ക് ഞാൻ ഒരു ഹോളായിട്ട് AST ചെയ്തതാണ്. ശരി, പറഞ്ഞോ. അപ്പൊ അത് സാർ, അത് ഇത്ര വർഷം കഴിഞ്ഞാൽ അത് മാറ്റി ചെയ്യേണ്ട അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ അതിന്? ഇത് നെഞ്ച് തുറന്നുള്ള ഓപ്പറേഷൻ ആയിരുന്നോ അതോ ഡിവൈസ്? അല്ല, ഡിവൈസ് ചെയ്താണ്. ഡിവൈസ് ചെയ്താണ്. അതെ. AST എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ജന്മനാൽ ഉണ്ടാകുന്ന ഒരു ഹോളാണ്. ഹോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്യുവർ ബ്ലഡ്, ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ മിക്സ് ചെയ്യുന്നതാണ് ഹോളിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഹാർട്ടിനൊരു ഹോൾ വന്ന് ബ്ലഡ് പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നതല്ല ഹോളിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡിവൈസ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ യൂഷ്വലി അതിനകത്ത് വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ വരാറില്ല. അത് ഇടയ്ക്കൊരു 5-10 വർഷം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തി നോക്കിയാൽ നന്നായിരിക്കും. അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട വരില്ല, കാരണം അതോടുകൂടി തന്നെ അത് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഭക്ഷണക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു. ഇനി അതുകൊണ്ടാണ് ജ്യൂസ്, അതിൽ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നത് കൊള്ളൂല, പക്ഷേ ആപ്പിൾ കംപ്ലീറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണേലും മധുരം കുറഞ്ഞ പഴവർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മധുരം കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ, അതായത് പേരയ്ക്ക അല്ലെങ്കിൽ ചാമ്പങ്ങ അതുപോലത്തെ സംഗതികളാണ് കൂടുതലും. മധുരം കൂടിയ പഴവർഗ്ഗങ്ങളായ പൈനാപ്പിൾ അങ്ങനെയുള്ള സംഗതികളെക്കാളും കൂടുതൽ നല്ലത്. ഡോക്ടർ, അപ്പോൾ ഈ മാങ്ങ, ചക്കപ്പഴമൊക്കെ വളരെ നല്ലതാണെന്ന് പൊതുവേ പറയുന്നേക്കാം, പക്ഷെ അതിലൊക്കെ പഴുത്ത് കഴിയുമ്പോൾ മധുരം കൂടുന്ന ഒരു അവസ്ഥ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ കഴിയുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഡയറ്റിങ്ങിനെ കുറിച്ച് വരുന്ന ഒരു തെറ്റിദ്ധാരണ, പട്ടിണി കിടക്കുക എന്നുള്ളത് ഡയറ്റിംഗ് അല്ല. അപ്പോൾ നമുക്ക് നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയും ഈ അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഡയറ്റിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ എത്ര അളവ് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ആ ആഹാരത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ്, ക്വാണ്ടിറ്റിയാണ്, ക്വാളിറ്റി ഓഫ് ഫുഡാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. ഇതുപോലെ തന്നെ വരുന്ന ഒന്നാണ് വ്യായാമം. ഈ 2 ദിവസം വ്യായാമം ചെയ്തിട്ട് പിന്നെ കുറേ ദിവസം ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാം. ഈ വ്യായാമം ചെയ്യുന്ന പല സമയത്തും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടക്കുന്ന മാരത്തോൺ ഇടയ്ക്ക് പല ആൾക്കാർക്കും അതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് പലപ്പോഴും പുറത്ത് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമേ അത്ര കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാരത്തോൺ പോലെയുള്ള മേജർ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വ്യായാമം, പ്രത്യേകിച്ച് യാതൊരു വ്യായാമം ചെയ്യാതിരിക്കുന്ന ആളുകളിൽ ചെയ്യുമ്പോൾ അത് ഹൃദയാഘാതം ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഇന്ന് ഹൃദയദിനത്തിൽ ഒരു സന്ദേശം പറയാനുള്ളത് എന്താണ്? ഇത്തവണ ഈ പ്രാവശ്യത്തെ ലോക ഹൃദയദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ചല്ല, നമ്മൾ പവർ യുവർ ലൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ തന്നെ കരുതലോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അറിയാൻ പാടില്ലാത്തതായിട്ട് നമ്മുടെ നാട്ടിൽ ആരുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സ്വയം ഒരു തീരുമാനമെടുക്കുകയും ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.